ഹലോ, ഇത് വാഴക്കപ്പൊരി ചിപ്സ് എന്നൊക്കെ പറയുന്നത് വറവ് ചെയ്തിട്ട് ഉണ്ടാക്കണം. അത് എങ്ങനെയെന്ന് നോക്കാം. ചിപ്സ് ഉണ്ടാക്കുന്നത് ആദ്യം വാഴക്കെടുത്തുകൊണ്ട് മുപ്പത്തി വാഴക്കെടുത്തുകൊണ്ട് അതിൻ്റെ തൊലി കളഞ്ഞ് വെച്ചതാണത്. അത് ഈ ബ്രെഡിന്മേൽ കട്ട് ചെയ്തുകൊണ്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചുകൊണ്ട് എണ്ണ അതിലേക്ക് ഒഴിക്കുക. അത് ചൂടാക്കുമ്പോൾ നമുക്ക് ഈ വാഴക്കൻ്റെ കട്ട് ചെയ്ത കഷ്ണങ്ങളായിട്ട് ഇടുക. എന്നിട്ട് കുറച്ച് കല്ലുപ്പ് എടുത്തുകൊണ്ട് ഒരു ഗ്ലാസ്സിലിട്ടുകൊണ്ട് അത് നല്ലപോലെ ഇളക്കുക. എന്നിട്ട് ഈ വാഴക്ക പൊരിഞ്ഞ് വറവായി വരുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് ആ ഉപ്പിൻ്റെ വെള്ളം ഇങ്ങനെ തേച്ച് കൊടുക്കുക. എന്നാൽ നമുക്ക് വൈകുന്നേരം അങ്ങനെ കുട്ടികൾക്കൊക്കെ കൊടുക്കാനൊക്കെ പറ്റിയൊരു ചിപ്സ് ആയി കിട്ടും. ഇത് നല്ല രുചിയാണ്. സാധാരണ പഴമൊന്നുമല്ല, വീട്ടിലുണ്ടായ പൂവമ്പായാണ്. അതുകൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. നിങ്ങളൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് നല്ല അഭിപ്രായങ്ങളാണെങ്കിൽ അറിയിക്കുക, ഷെയർ ചെയ്യുക. കുറച്ച് മഞ്ഞൾപ്പൊടി അതിൽ വിതറി കൊടുക്കേണ്ടത് അതിൻ്റെ കളറ് കിട്ടാനൊക്കെ. എന്നിട്ട് ഇങ്ങനത്തെ ഒരു പാത്രം എടുത്തുകൊണ്ട് ഇതിലൊരു കടലാസ് ഒരു പേപ്പർ വെച്ചുകൊണ്ട് അത് വറവായാൽ നമുക്ക് കോരി മാറ്റുക. എന്നിട്ട് അത് നല്ലപോലെ ചൂടാറിയിട്ട് അത് വേണ്ട റോട്ടിലേക്ക് അത് നിറക്കുക. അപ്പോൾ തന്നെ നമുക്ക് കഴിക്കാനും പറ്റും. നല്ല പഴുപ്പാകാൻ പാടില്ല, നല്ല മൂപ്പത്തിയ കായാകണം. എങ്കിലുള്ള ഇത് വറവ് ശരിയാക്കാം. ഏകദേശം പൊടിയായി കണ്ടാൽ വറവായി കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിലേക്ക് ഉപ്പ് ആക്കിയ വെള്ളം ഉണ്ടല്ലോ, ആ കല്ലിപ്പാക്കിയ വെള്ളം അത് ഇതിലേക്ക് ഒഴിച്ച് വെക്കുക. അപ്പോൾ ഈ എണ്ണ ഈ ചിപ്സ് നല്ലൊരു ബലത്തിൽ നിൽക്കുള്ളൂ. അല്ലാതെ നമ്മൾ വീട്ടിലുണ്ടാക്കിയാൽ അത് പെട്ടെന്ന് അങ്ങോട്ട് തണുത്തത് പോലെ തോന്നും. ഏകദേശം വറവാവുണ്ട്. വറവായി തുടങ്ങിക്കാം. ഇത് നമുക്ക് വറവായാൽ കോരി നമ്മൾ ഇതിനകത്ത് മാറ്റിക്കണം. ചിപ്സ് റെഡിയായോ? ഓക്കെ.